വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്ക് നല്ലൊരു ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കാവേ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു 10 ഡേറ്റ്സ് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്, കിസ്മിസ് ആണിത്. ഇത് ബ്ലാക്ക്, ഇത് വൈറ്റ്. കുറച്ച് ബദാം, പിന്നെ ഇത് ബ്ലൂബെറി ആണ്. പിന്നെ വേണ്ടത് ഓറഞ്ചിന്റെ ജ്യൂസ് ആണ്. ഞാനപ്പോൾ ഇതിന്റെ ഒരു ജ്യൂസ് എടുത്തിട്ട് ഞാൻ കാണിക്കാവേ. ഇതുപോലൊരു ബൗൾ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതിനകത്തോട്ട് ഇടാവേ. ഡ്രൈ ഫ്രൂട്ട്സും ഒരു സ്വല്പം നട്ട്സും കൂടെ ഉണ്ട് കേട്ടോ. ട്യൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇഷ്ടമാണെങ്കിൽ അത് ആഡ് ചെയ്യാം. ഞാനിവിടെ അത് ചേർത്തിട്ടില്ല കേട്ടോ. ഈ ബ്ലൂബെറീസും കൂടെ ഇടണേ, നല്ല ടേസ്റ്റാണ്. ഇടയ്ക്ക് ഇവിടെ ഞാൻ 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തൊന്ന് ഒരു ഹാഫ് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഹാഫ് നമുക്ക് പിന്നീട് മാവ് എടുക്കുമ്പോൾ അതിനകത്തോട്ട് ചേർക്കാവേ. എന്നിട്ട് ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കാവേ. ഒരു 2 മണിക്കൂർ ഈ ഓറഞ്ച് ജ്യൂസിനകത്ത് ഇതിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇത് സോഫ്റ്റ് ആവുമേ. സോഫ്റ്റ് ആകുന്ന മാത്രമല്ല, ഓറഞ്ച് ജ്യൂസിന്റെ ആ ഒരു ടേസ്റ്റും എല്ലാം ഇതിനകത്ത് പിടിച്ചു കിട്ടും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ ഒന്ന് അടച്ചു വെച്ചേക്കാവേ. നമ്മൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ ഓറഞ്ച് ജ്യൂസിൽ കുതിർത്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 2 മണിക്കൂറായേ. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 100 ഗ്രാം ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണേ. ഇതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 1 കപ്പ് മൈദമാവാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാര ഞാൻ നന്നായിട്ട് പൊടിച്ചിട്ട് ഈ ചെറിയ മിക്സിയുടെ ഈ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിനകത്തോട്ട് ഇതൊക്കെ ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന പോലെയാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3 മുട്ട എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണേ. നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക അതിനകത്തെ. അപ്പോൾ ഒരു മുട്ടയുടെ ആ ഒരു സ്മെല്ലൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു വലിയൊരു കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ഒരു സ്വല്പം ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്യണേ. ഇത് നന്നായിട്ടൊന്ന്, ചില കേക്കിലൊക്കെ ഞാൻ അങ്ങനെ ആ ഒരു അരിപ്പയിലൊന്ന് അരിച്ചെടുക്കും ഈ മാവ്. പക്ഷെ ഇത് ഞാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന രീതിയിലാണ് കാണിച്ചു തരുന്നത്. ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ സ്പൂണിലിട്ട് നന്നായിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ആകത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ ബട്ടർ, ഷുഗർ, എഗ്ഗ് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഞാൻ ഇങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മാവ് കുറേശ്ശെ അങ്ങോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ മിക്സിയുടെ ജാറിൽ വേണേലും നമുക്ക് ഇതൊന്നും മിക്സ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ബാക്കി മാവും കൂടെ നമുക്ക് ആഡ് ചെയ്യാവേ. ബട്ടർ കേക്ക്, ചോക്ലേറ്റ് കേക്ക് അതൊക്കെ ഞാൻ എൻ്റെ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇടയ്ക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. ഇനി ഞാനിവിടെ ഒരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ ഇട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണേ. ഇനി അത് ചെയ്യാം നമുക്ക്. ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ഇതുപോലെ ഒരു ചീനിച്ചട്ടിയിൽ വെച്ചിട്ട് ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാവേ. ഒരു ബ്രൗൺ കളറാകണം. അപ്പോഴാണ് നമ്മുടെ കേക്കിന് കുറച്ച് നല്ല കളറൊക്കെ കിട്ടുന്നത്. നമ്മുടെ ഷുഗർ ഇവിടെ കാരമലൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പം വേറൊരു കളറിലായി. ഇതിനകത്ത് ഒരു സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കണേ. ഇനി ഇതൊന്ന് പെട്ടെന്നൊന്ന് കട്ട പിടിക്കുന്ന പോലെ തോന്നും, പക്ഷെ അത് മെൽറ്റായി വന്നോളും കേട്ടോ. ഇതൊരു സ്വല്പം നേരം ഇങ്ങനെ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. അപ്പം നമ്മൾ ആ വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് ആ കട്ട പിടിക്കുന്നത് മാറി കിട്ടിക്കോളുവേ. ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നതേ. കേക്കിനൊരു സ്വല്പം ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഞാൻ ഈ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാൻ പോവാണ്. ഓഫ് ചെയ്തിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഓറഞ്ച് ജ്യൂസിനകത്ത് കുതിർത്ത് വെച്ചതും കൂടെ ഇതിനകത്തോട്ട് ഇടാൻ പോവാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2 മിനിറ്റ് കഴിയുമ്പം നമ്മളിത് കേക്കിൻ്റെ ആ ബാറ്ററിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവേ. നമ്മുടെ ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഈ കേക്ക് ടിൻ എടുത്തിട്ട് കുറച്ച് ബട്ടർ പുരട്ടി ഒരു ബട്ടർ പേപ്പർ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്വല്പം മൈദ ഇതുപോലെ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ പിന്നെ കേക്ക് പെട്ടെന്ന് ഇളകി വരാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഫ്രൂട്ട് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഓവൻ ഇപ്പോൾ ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണേ. അതിനകത്ത് എയർ ബബിൾസോ ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറി കിട്ടും. എന്നിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത
ഓവനിലോട്ട് ഇത് ഒരു 180 ഡിഗ്രി 30 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഫ്രൂട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്രിസ്മസിന് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് കട്ട് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ പള്ളിയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ കേക്കും ഒക്കെ കട്ട് ചെയ്ത് വൈനും ഒക്കെ ആയിട്ട് നമ്മൾ കഴിക്കത്തില്ലേ. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. ക്രിസ്മസിനോ അല്ലെങ്കിൽ ന്യൂ ഇയറിനോ എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയിട്ട് കഴിക്കാവുന്നതേ ഉള്ളേ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്